നാളെ കൺതുറക്കുന്ന സൈലന്റ് റിഡ്ജിലെ ജനങ്ങൾ എന്തു വായിക്കണമെന്ന് ഞാൻ പറയാം. അതെഴുത്, അത് മാത്രം എഴുത്. കണ്ടില്ലേ ജോൺ, നീ നിരപരാധിയാണെന്ന് മനസ്സിലാക്കിയ ജനങ്ങൾ ഇപ്പോൾ നിന്നെ പുറത്തിറക്കാൻ വേണ്ടിയാണ് സ്റ്റേഷൻ വരെ ആക്രമിക്കാൻ തയ്യാറായി പുറത്തു നിൽക്കുന്നത്. രാവിലെ പത്രത്തിൽ കണ്ട വാർത്ത അത് പോളിൻ്റെ എല്ലാ പദ്ധതികളും തകർത്തു. എന്നോട് പറയാതെ ജോണിനെ പുറത്തിറക്കരുതെന്ന് ഞാൻ പറഞ്ഞതാണ്. പിന്നെ എന്താണിപ്പോൾ സംഭവിച്ചത്? സർ, ജോണിനെ പുറത്തിറക്കിയില്ലായിരുന്നെങ്കിൽ അവർ ഈ സ്റ്റേഷൻ ആക്രമിച്ചേനെ. ജോൺ നിരപരാധിയാണെന്ന് അവർക്ക് മനസ്സിലായി. ഈ ന്യൂസ് പേപ്പർ കണ്ടിട്ടല്ലേ അവർ തീരുമാനിച്ചത് ജോൺ നിരപരാധിയാണെന്ന്? ഹോസ്പിറ്റൽ നഴ്സ് പറഞ്ഞതനുസരിച്ച് ഡോക്ടർ വിക്ടർ മരിക്കുന്നത് രാവിലെ 1:45 അതിനും ഏകദേശം 20 മിനിറ്റ് മുമ്പായി മാത്രമാണ് അയാൾ ഫാദർ മൈക്കിളിൻ്റെ ഓട്ടോപ്സി റിപ്പോർട്ട് കംപ്ലീറ്റ് ചെയ്തത്. എന്നാൽ ഈ ന്യൂസ് പേപ്പർ എഡിറ്റ് ചെയ്തതും പ്രിൻ്റ് ചെയ്തതും രാത്രി 11:30 മുമ്പാണ്. അതായത് 2 മണിക്കൂർ ശേഷം മാത്രം നടക്കേണ്ട കാര്യങ്ങൾ ഈ ന്യൂസ് പേപ്പർ എഡിറ്റർക്ക് എങ്ങനെ മനസ്സിലായി? ആ എഡിറ്റർ ഇപ്പോൾ മിസ്സിംഗ് ആണ്. ഇതിൻ്റെ പിന്നിലെല്ലാം ജോണാണ്. അതിൻ്റെ സത്യം ഞാൻ പുറത്തു കൊണ്ടുവരും. സർ, ഈ ഫോൺ നിങ്ങൾക്കുള്ളതാണ്. എന്നെ അന്വേഷിച്ച് നാട് മുഴുവൻ ഓടണ്ടപ്പോൾ നിങ്ങളെല്ലാം തുടങ്ങിവെച്ച സ്ഥലം അവിടെയുണ്ട് ഞാൻ. എന്നെ കാണാൻ അവിടെ എത്തിയാൽ മതി. നിനക്ക് മറ്റുള്ളവരെ പറ്റിക്കാം ജോൺ, പക്ഷെ എന്നെ പറ്റിക്കാൻ നിനക്കാവില്ല. എല്ലാത്തിൻ്റെയും പിന്നിൽ നീയാണെന്ന് എനിക്കറിയാം. ശരിയാണ് പോൾ, ഞാനായിരുന്നു എല്ലാത്തിൻ്റെയും പിന്നിൽ. സത്യം കണ്ടെത്തുക, അതായിരുന്നു എൻ്റെ ലക്ഷ്യം. ആ വഴിയിൽ ഞാനൊന്ന് മനസ്സിലാക്കി. ആരും പുറത്തു നിന്ന് കാണുന്നത് പോലെയല്ല. എല്ലാവർക്കും മറ്റൊരു മുഖമുണ്ട്, ഒരു ഇരുണ്ട മുഖം. നീ ഒന്നും കണ്ടെത്തിയിട്ടില്ല ജോൺ. നിനക്കൊന്നും കണ്ടെത്താൻ സാധിക്കുകയുമില്ല. വീണ്ടും പരസ്പര ബന്ധമില്ലാത്ത ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നീ വഴിതെറ്റിക്കാൻ ശ്രമിക്കുകയാണ്. ഫോൺ ചെയ്തപ്പോൾ ഞാൻ ഇവിടെയാണെന്ന് വ്യക്തമായി നിങ്ങളോട് പറഞ്ഞില്ല. എന്നിട്ടും കൃത്യമായി നിങ്ങൾ ഇവിടെ തന്നെ എത്തി. ഞാനെല്ലാം കണ്ടെത്തി എന്നതിൻ്റെ തെളിവല്ലേ പോൾ അത്? എനിക്കറിയാം, മെയ്സൺസ് ഫാമിലിയെ കൊന്നതാണ്. പക്ഷേ ഈ സൈലന്റ് റിഡ്ജ് അറിയാതെ പോകുന്ന മറ്റൊരു സത്യമുണ്ട്. 10 വർഷമായി അവരുടെ കൺമുന്നിലുണ്ടായിട്ടും അവർക്ക് കാണാൻ കഴിയാത്ത ഒരു നിഗൂഢത. വർഷങ്ങൾക്ക് മുമ്പ് ഈ നാട്ടിൽ നടന്ന ക്രൂരഹത്യ, എനിക്കെല്ലാം നഷ്ടപ്പെട്ട രാത്രി, അന്ന് ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവനെടുത്ത മുഖമൂടികൾ, ആ മുഖമൂടിക്ക് പിന്നിലുള്ള മുഖങ്ങൾ, അത് മെയ്സൺസ് ഫാമിലി ആയിരുന്നില്ലല്ലോ പോൾ.
എൻ്റെ അന്വേഷണത്തിൻ്റെ തുടക്കം തന്നെ എനിക്ക് മനസ്സിലായി. മേസൺസ് ഫാമിലി ഫോർക്സ് എന്ന ടൗണിൽ നിന്നാണ് സൈലന്റ് റിഡ്ജിലേക്ക് എത്തിയതെന്ന്. സുഹൃത്തായിരുന്ന ഇൻസ്പെക്ടർ തോമസ് ആണ് അലക്സിനെയും ഫാമിലിയും ഇങ്ങോട്ട് കൊണ്ടുവന്നതും നിങ്ങളുടെ ഫാക്ടറിയിൽ ജോലി മേടിച്ചു കൊടുത്തതും. അന്വേഷണത്തിൻ്റെ ഇടയിൽ ലില്ലി മേസനെ അറിയാവുന്ന ഒരാൾ എന്നോട് പറഞ്ഞ കാര്യം, ലില്ലി മേസൻ്റെ കാലിലെ ബോൺ ഡിസ്ലൊക്കേറ്റഡ് ആയിരുന്നു. അതിനുവേണ്ടി സർജറിയും ചെയ്തിരുന്നു. അവരെ കൊണ്ട് അധികം ദൂരം നടക്കാൻ സാധിക്കില്ല. എൻ്റെ മുന്നിൽ ചോദ്യചിഹ്നമായി നിന്ന ഒന്ന് അതായിരുന്നു. അധികം ദൂരം നടക്കാൻ സാധിക്കാത്ത ഒരാൾ എങ്ങനെയാണ് ഇത്രയും വലിയ ഒരു കൊലപാതകം ചെയ്യുക? പിന്നെ അലക്സിൻ്റെ മകൾ മേരിയെ പണ്ട് ഫോർക്സ് ടൗണിൽ ചികിത്സിച്ചിരുന്ന ഡോക്ടറിനെ ഞാൻ ബന്ധപ്പെട്ടു. അയാളിൽ നിന്ന് മറ്റൊരു സത്യം കൂടി എനിക്ക് മനസ്സിലായി. മേരിക്ക് ഒരു പ്രത്യേകതരം അസുഖമുണ്ടായിരുന്നു. ഒരളവിൽ കൂടുതൽ രക്തം കണ്ടാൽ അവൾ ബോധരഹിതയാവും. അങ്ങനെയുള്ള ഒരാൾ ഇത്രയും വലിയ ഒരു കൊലപാതകം ചെയ്തു എന്ന് പറയുന്നത് എനിക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ പിന്നീട് എനിക്കധികം ചിന്തിക്കേണ്ടി വന്നില്ല. അന്ന് നടന്ന കൊലപാതകത്തിന് പിന്നിൽ മേസൺസ് ഫാമിലി അല്ല എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ആ 3 പേർ, അവർ ആരായിരുന്നു? അതാണ് എൻ്റെ മുന്നിൽ നിന്ന മറ്റൊരു ചോദ്യം. ഉത്തരങ്ങൾ കിട്ടാനായി ഞാൻ ദൈവത്തോട് അപേക്ഷിച്ചു. ആ പള്ളിയിൽ വെച്ച് തന്നെ ദൈവം എനിക്കൊരു സൂചന നൽകി. ഫാദർ മൈക്കിൾ. എൻ്റെ അന്വേഷണത്തിനെക്കുറിച്ച് ഞാൻ അയാളോട് പറഞ്ഞപ്പോൾ എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനാണ് അയാൾ കൂടുതൽ ശ്രമിച്ചത്. മേസൺസ് ഫാമിലി ഇനിയും തിരിച്ചു വരില്ല എന്ന കാര്യത്തിൽ അയാൾക്കെന്തോ ഉറപ്പുള്ളതുപോലെ. അറിയാതെയാണെങ്കിലും അന്ന് അയാൾ എനിക്ക് വലിയൊരു സൂചന നൽകി. ജോൺ, നീ ഇപ്പോൾ പ്രാർത്ഥിക്കേണ്ടത് മരിച്ചുപോയ നിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ആത്മശാന്തിക്ക് വേണ്ടി മാത്രമാണ്. തൻ്റെ അവസാന നിമിഷവും ദൈവത്തോടുള്ള വിശ്വാസം മുറുകെ പിടിച്ച ആളായിരുന്നു നിൻ്റെ അച്ഛൻ. അവസാന നിമിഷവും എൻ്റെ അച്ഛൻ ദൈവത്തോടുള്ള വിശ്വാസം മുറുകെ പിടിച്ചിരുന്നു. അതെ, മരിക്കുന്നതിന് തൊട്ട് മുമ്പ് എൻ്റെ അച്ഛൻ പ്രാർത്ഥിച്ചിരുന്നു. അന്നതിന് സാക്ഷിയായത് ഞാനും പിന്നെ എൻ്റെ അച്ഛൻ്റെ ജീവൻ എടുത്തവരും മാത്രമായിരുന്നു. ആ നിമിഷം തൊട്ട് എനിക്ക് ഉറപ്പായിരുന്നു, 3 പേരിൽ ഒരാൾ, അത് ഫാദർ മൈക്കിൾ തന്നെ. പള്ളിയിൽ നിന്ന് തിരിച്ചെത്തിയപ്പോൾ വീട്ടിൽ എന്നെയും കാത്ത് നിങ്ങളുണ്ടായിരുന്നു. നിങ്ങൾക്കും എൻ്റെ അന്വേഷണത്തിനെക്കുറിച്ച് അറിയണമായിരുന്നു. എന്നെ അതിൽ നിന്ന് പിന്മാറ്റാനാണ് നിങ്ങളും ശ്രമിച്ചത്. അവിടെ വെച്ച് ഞാൻ ഉറപ്പിച്ചു, മൈക്കിൾ അറിയിച്ചിട്ട് തന്നെയാണ് നിങ്ങളവിടെ എത്തിയതെന്നും ചോര പുരണ്ട കൈകൾ അത് മൈക്കിളിൻ്റേത് മാത്രമല്ല എന്നും. ഡോക്ടർ വിക്ടർ. വർഷങ്ങളായി പോളും വിക്ടറും തമ്മിലുള്ള സൗഹൃദം കാരണം മാത്രമാണ് ഞാൻ അന്ന് അയാളെ കാണാൻ ചെന്നത്. അന്ന് എൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായ ലില്ലി മേസൻ്റെ ലെഗ് സർജറിയെക്കുറിച്ച് ഞാൻ അയാളോട് ചോദിച്ചു. അവിടെ വെച്ച് അയാൾ പോലും അറിയാതെ അയാൾ എന്നോടൊരു കള്ളം പറഞ്ഞു. ലില്ലി മേസൺ അവിടുത്തെ സൈക്യാട്രിക് പേഷ്യൻ്റ് ആയിരുന്നു എന്ന്. എന്നാൽ സൈലന്റ് റിഡ്ജ് മെഡിക്കൽ ട്രസ്റ്റിലെ സൈക്യാട്രിക് ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥാപിച്ചത് 1986 അതായത് മേസൺസ് കാണാതായി 6 വർഷത്തിന് ശേഷം. അവിടെ വെച്ച് ഡോക്ടർ വിക്ടറും എൻ്റെ സംശയത്തിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു. ഈ സൈലന്റ് റിഡ്ജിൽ ആർക്കും അറിയാത്ത മറ്റൊരു കാര്യം ഞാൻ എൻ്റെ അന്വേഷണത്തിലൂടെ കണ്ടെത്തി. 49 വർഷങ്ങൾക്ക് മുമ്പ് സ്റ്റേറ്റ്സിലെ ഒരു ഹൈസ്കൂളിൽ കൂടെ പഠിച്ചിരുന്ന സുഹൃത്തിനെ നിയമവിരുദ്ധമായ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉപദ്രവിക്കാൻ ശ്രമിച്ചതിൽ അവിടുത്തെ ഒരു സ്റ്റുഡൻറ്റിനെ പ്രിൻസിപ്പാൾ പറഞ്ഞയച്ചു. അതേ വർഷം അതേ മാസം തന്നെ സൈലന്റ് റിഡ്ജിലെ മേയറുടെ മകൻ പഠിത്തം പകുതിക്ക് വെച്ച് അവസാനിപ്പിച്ച് ഇവിടേക്ക് തിരിച്ചെത്തി. അന്ന് ഞാൻ കണ്ടു ആ ലൈബ്രറിക്ക് പിന്നിലെ നിങ്ങളുടെ പ്രാർത്ഥനാമുറി.
അന്ന് നിങ്ങൾ എന്നോടൊരു കാര്യം പറഞ്ഞു. അവിടെ നിന്നാണ് എനിക്ക് മറ്റൊരു ലീഡ് കിട്ടിയത്. എൻ്റെ വീട്ടിലെ പല വർക്കും ഞാൻ അലക്സിന് കൊടുക്കുമായിരുന്നു. എത്ര രാത്രിയായിരുന്നെങ്കിലും വർക്ക് ഫിനിഷ് ചെയ്തിട്ടേ അലക്സ് പോകുമായിരുന്നു. അതാണ് അവൻ്റെ സ്വഭാവം. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി, നിങ്ങൾ നടത്താനിരുന്ന ബലിയെക്കുറിച്ച് അലക്സ് അറിഞ്ഞിരുന്നുവെന്ന്. അത് അയാളുടെ കുടുംബത്തോടും പറഞ്ഞിരുന്നു. അലക്സ് ആ സത്യം മനസ്സിലാക്കി എന്ന് നിങ്ങളറിഞ്ഞപ്പോൾ നിങ്ങളുടെ നരബലിക്ക് തൊട്ട് മുമ്പ് ആ കുടുംബത്തിനെ തേടി നിങ്ങളെത്തി. നിങ്ങളുടെ പാപത്തിൻ്റെ കറ ആ പാവങ്ങളെ ക്രൂരമായി കൊന്ന് അവരുടെ തലയിൽ നിങ്ങൾ കെട്ടിവെച്ചു. പക്ഷെ നിങ്ങൾ ആരും അറിഞ്ഞിരുന്നില്ല, മരിക്കുന്ന നിമിഷത്തിന് തൊട്ട് മുമ്പ് മേരി ഒരു ലെറ്റർ എഴുതി ഈ വീട്ടിൽ ഒളിപ്പിച്ചിരുന്നു. മേരിയുടെ എല്ലാ റൈറ്റിങ്സും ലാറ്റിൻ, അരാമിക് എന്നീ ഭാഷകളിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ലെറ്ററിൽ മേരി എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്കാദ്യം മനസ്സിലായില്ല. ആരോ ഒരാൾ, എവിടെ നിന്നോ വന്ന ഒരാൾ എനിക്ക് ആ ഭാഷ മനസ്സിലാക്കി തന്നു. അതുപയോഗിച്ച് ഞാൻ മേരിയുടെ ലെറ്റർ പരിഭാഷപ്പെടുത്തി. സ്വർഗത്തെ നാവിൽ ചുമന്നവർ കല്ലറയുടെ നിറം ധരിച്ചെത്തി. അവർ വിശുദ്ധിയെക്കുറിച്ച് സംസാരിച്ചു. പക്ഷെ അവരുടെ കൈകളിൽ ഇരുമ്പിൻ്റെയും മണ്ണിൻ്റെയും ഗന്ധമായിരുന്നു. പള്ളിക്കടിയിൽ പ്രാർത്ഥനയേക്കാൾ പഴക്കമുള്ള എന്തോ ഒന്ന് നിശബ്ദമായി കേട്ടിരുന്നു. വിളക്കുകൾ അണഞ്ഞ ആ രാത്രിയിൽ ദൈവം പോലും തിരിഞ്ഞു നോക്കാൻ വിസമ്മതിച്ചു. ആ ലെറ്ററിലെ ആദ്യത്തെ വരികൾ, സ്വർഗത്തെ നാവിൽ ചുമന്നവർ, അത് സൂചിപ്പിക്കുന്നത് നിങ്ങളെയും ഫാദർ മൈക്കിളിനെയും തന്നെയാണ്. അതിലൂടെ ഞാൻ മനസ്സിലാക്കി, മേരിയെയും കുടുംബത്തെയും നിങ്ങൾ ഇല്ലാതാക്കുമെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് അവൾ ആ ലെറ്റർ എഴുതിയതും ആരെങ്കിലും എന്നെങ്കിലും കണ്ടെത്തുമെന്ന വിശ്വാസത്തിൽ ഈ വീട്ടിൽ ഒളിപ്പിച്ചതും. നിയമത്തിൻ്റെ വാ മൂടിക്കെട്ടാൻ നിങ്ങൾ പണവും പദവിയും നൽകി തോമസിനെ നിങ്ങളുടെ കൂടെ ചേർത്തു. തോമസിലൂടെ നിങ്ങൾ ഈ നാടിനെ പറഞ്ഞു പഠിപ്പിച്ചു ആ ക്രൂരഹത്യ ചെയ്തത് മേസൺസ് ഫാമിലിയാണെന്ന്. വർഷങ്ങൾക്കിപ്പുറം കുറ്റബോധം തോമസിനെ അലട്ടി. തൻ്റെ സുഹൃത്തായ അലക്സിനെയും താൻ സ്വന്തം മകളെപ്പോലെ സ്നേഹിച്ച മേരിയെയും ചതിച്ചു എന്ന ചിന്ത അയാൾക്ക് സമാധാനം നൽകിയില്ല. അയാൾ മദ്യപാനത്തിൽ ആശ്രയം കണ്ടെത്തി. അത് അയാളെ ആത്മഹത്യയിലേക്കും തള്ളിയിട്ടു. അങ്ങനെ ആ സത്യം ഞാൻ കണ്ടെത്തിയപ്പോൾ 10 വർഷമായി ഈ നാട് അന്വേഷിച്ച് നടക്കുന്ന നിഗൂഢത, അതിനിന്ന് ഉത്തരം കണ്ടെത്തി. സത്യം കണ്ടെത്താനുള്ള ഈ യാത്രയിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ല. എൻ്റെ ഒപ്പം നിങ്ങളില്ലാതാക്കിയ നിഷ്കളങ്കമായ ജീവനുകളും ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും നിനക്കെവിടെയും തെളിയിക്കാൻ പറ്റില്ല ജോൺ. ഇത് വെറും കെട്ടുകഥയായി മാത്രമേ എല്ലാവരും കാണൂ. വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ മേരി എഴുതി വെച്ച ഒരു സത്യം ഇന്ന് പുറത്തു വന്നു. പിന്നെയാണോ ജീവിച്ചിരിക്കുന്ന എനിക്ക് ഒരു സത്യം പുറത്തു കൊണ്ടുവരാൻ പാട്? അതിനിവിടെ നിന്ന് നീ ജീവനോടെ പുറത്തു പോകണ്ടേ ജോൺ? അതിന് ഞാൻ സമ്മതിക്കില്ല. ഈ വീട്ടിൽ നിങ്ങളെ എത്തിച്ചത് ഞാനല്ല, വിധിയാണ്.
വിധിയുടെ ഓരോ തീരുമാനങ്ങളുമാണ് ഈ നിമിഷത്തിലേക്ക് നിങ്ങളെ എത്തിച്ചത്. കഴിഞ്ഞ 10 വർഷങ്ങളായി നിങ്ങളെ കാത്ത് ഈ വീട്ടിൽ 3 പേരുണ്ട്. ഹസ്കിയുടെ മരണത്തിലൂടെ ഞാൻ തുടങ്ങി വെച്ച ദൗത്യം ഇന്ന് നീ പൂർത്തിയാക്കിയിരിക്കുന്നു ജോൺ. ആ സത്യം നീ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു. നിങ്ങൾ എന്തിനാണ് ഈ സത്യം പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചത്? ജീവിച്ചിരിക്കുന്നവരുടെ പ്രാർത്ഥന കേൾക്കാൻ ദൈവമുണ്ട് ജോൺ. പക്ഷെ മരിച്ചു പോയവരുടെ പ്രാർത്ഥനയും സങ്കടങ്ങളും ആര് കേൾക്കും? അത് എന്നിലേക്ക് എത്തിയത് കൊണ്ടാണ് ഈ സത്യം പുറത്തെത്തിക്കാൻ ഞാൻ ശ്രമിച്ചത്. നിങ്ങൾ ആരാണ്? ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സൃഷ്ടിയാണ് മനുഷ്യൻ. അതുപോലെ തന്നെ ഈ ലോകത്തെ ഏറ്റവും അപകടകരമായ സൃഷ്ടിയും മനുഷ്യൻ തന്നെ. കാലാകാലങ്ങളാകെ പലതിനും വേണ്ടി മനുഷ്യൻ യുദ്ധം ചെയ്തു, പരസ്പരം ഇല്ലാതാക്കി. ആദ്യമൊക്കെ അത് അധികാരത്തിനും സമ്പത്തിനും വേണ്ടിയായിരുന്നു. പിന്നെ അത് വിശ്വാസത്തിനു വേണ്ടിയായി. അന്ധമായ വിശ്വാസത്തിൽ അർപ്പിച്ച മനുഷ്യൻ നിഷ്കളങ്കമായ ജീവനുകൾ ബലി കൊടുത്താൽ ഇല്ലാത്തത് പലതും സ്വന്തമാക്കാം എന്ന് കരുതി. മനുഷ്യൻ ചെയ്ത ആ പാപത്തിൻ്റെ ഭാരം അതേൽക്കേണ്ടി വന്ന ഒരാളാണ് ഞാൻ. എനിക്കുറപ്പുണ്ട് ജോൺ, കണ്ടെത്തിയ സത്യം നീ ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്തോട് വിളിച്ചു പറയുമെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഇതിനു വേണ്ടി ഞാൻ നിന്നെ നിയോഗപ്പെടുത്തിയത്. പക്ഷെ തുറന്നു പറയുമ്പോൾ നീ കണ്ടെത്തിയ മറ്റൊരു സത്യം കൂടെ പറയണം. മേസൺസ് ഫാമിലിയുടെ മൃതശരീരം മൈക്കിൾ മറവ് ചെയ്തിരിക്കുന്ന സ്ഥലം. ഫാദർ മൈക്കിളിൻ്റെ മരണം എല്ലാവരും എന്നെയാണ് സംശയിക്കുന്നത്. ഇല്ല ജോൺ, അത് പോളിൻ്റെ മാത്രം സംശയമായിരുന്നു. മൈക്കിളിൻ്റെ ശരീരത്ത് അയാളുടെ അല്ലാതെ മറ്റാരുടെയും ഫിംഗർ പ്രിൻ്റ് ഇല്ല. അതുപോലെ തന്നെയാണ് വിക്ടർ
വിക്ടറിൻ്റെ മരണവും. ആ സത്യം ഈ ലോകത്തിനറിയാം. പിന്നെ 2 ദിവസങ്ങൾക്ക് ശേഷം വന്യമൃഗങ്ങൾ ആക്രമിച്ച രീതിയിൽ കാടിനുള്ളിൽ നിന്ന് പോളിൻ്റെ ശരീരം ലഭിക്കും. അവിടെയും നീ സുരക്ഷിതനാണ് ജോൺ. വർഷങ്ങളായി ഈ സൈലന്റ് റിഡ്ജ് വിട്ട് പുറത്തു പോകാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ജോൺ. നിന്റെ ആ ആഗ്രഹം നീ നിറവേറ്റണം. ഈ നാടിന് ചെയ്യാവുന്ന ഏറ്റവും വലിയ കടപ്പാട് നീ ചെയ്തു കഴിഞ്ഞു. ഇനി നീ നിനക്ക് വേണ്ടി ജീവിക്കണം. ഈ നാടിനും അപ്പുറം നല്ലൊരു ജീവിതം നിന്നെ കാത്തിരിപ്പുണ്ടെന്ന് എനിക്കറിയാം. നീ അവിടേക്കാണ് പോകേണ്ടത്. പക്ഷെ എനിക്ക് ഒറ്റയ്ക്ക് ഇവിടെ നിന്ന് പോകാൻ കഴിയില്ല. ക്യാദറിനില്ലാതെ ഞാൻ എങ്ങനെ ഇവിടെ നിന്ന് പോകും? നിന്റെ മനസ്സ് ഇനിയും അംഗീകരിക്കാൻ മടിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് ജോൺ. അത് നീ അംഗീകരിച്ചേ മതിയാവൂ. മരിച്ചുപോയ ഹസ്കി അത് നിന്റെയാണ്. നിനക്കിനിയും ക്യാദറിൻ്റെ ആവശ്യമില്ല. കാരണം നിന്റെ ജീവിതത്തിലെ ഏകാന്തതയും ദുഃഖങ്ങളും ഇല്ലാതാക്കാൻ നിന്റെ മനസ്സ് തന്നെ സൃഷ്ടിച്ച ഒരു സാങ്കല്പിക രൂപം മാത്രമാണ് ക്യാദറിൻ.